ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല രീതിയിലുള്ള ഓഡിയോ മെസ്സേജുകൾ ഇറക്കുവാനായിട്ട് സാധിക്കാതെ ഇരിക്കുകയായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ദൈവാത്മാവ് നമുക്ക് തന്നിട്ടുള്ള അറിവുകൾ അത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മളത് പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ അതിനനുസരിച്ച് അത് ആളുകൾ ഏറ്റെടുത്തു എന്ന് വരില്ല. അപ്പോൾ കിട്ടിയ അറിവുകൾ വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിവുകൾ നമ്മളത് പങ്കുവയ്ക്കുമ്പോൾ അത് ഉപകാരപ്പെടുന്നത് വളരെ ചുരുക്കം പേരിൽ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ഈ അറിവുകൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് ഇല്ലെന്നാക്കി കളയുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ വില കളയുന്ന രീതിയിൽ അത് ആയി തീരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ അന്ത്യകാലത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഈ ലോകമായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ലോകം ആ ഘട്ടത്തിൽ കൂടി മുന്നേറുന്നതെന്നും കർത്താവിൻ്റെ വരവ് എത്രയോ അടുത്തിരിക്കുന്നുവെന്നും ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നമുക്ക് അത് കൺമുമ്പിൽ വെളിപ്പെടുത്തി തരുമ്പോൾ അത് ഏറ്റെടുത്ത് ഒരു വിറയലോടുകൂടി, അല്ലെങ്കിൽ തകർന്ന ഹൃദയത്തോടുകൂടി കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ള ഒരു വലിയൊരു കടമയാണ്, അല്ലെങ്കിൽ കർത്തവ്യമാണ്, ഉത്തരവാദിത്വമാണ് നമുക്ക് ഉള്ളത്, ദൈവമക്കൾക്കുള്ളത്. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് ദൈവമക്കളുടെ ജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. അവിടുത്തെ വരവ് താമസിച്ചു കഴിഞ്ഞാൽ തിരുസന്നിധിയിലേക്ക് നന്ദിയുള്ളവരായിട്ട്, അല്ലെങ്കിൽ വിശ്വസ്തയോടുകൂടി നിവാസത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ദൈവമക്കൾക്ക് ഈ ലോകത്ത് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം. ബാക്കിയുള്ളതെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ്. പിന്നീട് ഈ പറഞ്ഞതുപോലെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകം, ആ പുസ്തകത്തിൽ കൂടി, വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടി പരിശുദ്ധാത്മാവ് അരുളി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നടത്തുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് അതിൻ്റെ അന്തർലീനമായിട്ടുള്ള അനേക മർമ്മങ്ങളുണ്ട്. എല്ലാം ഒന്നും സാധാരണ വിശ്വാസികൾക്ക് ഒറ്റ നോട്ടത്തിൽ ആവശ്യമായിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. കാരണം വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ടുന്ന അനേക കാര്യങ്ങൾ അത് ഹോളി സ്പിരിറ്റിൻ്റെ കൃപയാൽ, കരുണയാൽ അത് വെളിപ്പെടുത്തി കിട്ടുമ്പോൾ അത് മിക്കവർക്കും അത് ഒരുപക്ഷെ ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാവണമെന്നില്ല നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ. എന്നാൽ ഈ അന്ത്യകാലത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പുറത്ത് പറയേണ്ട ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഒരു ഓഡിയോ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. മുമ്പ് പല ഘട്ടങ്ങളിലും പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. അപ്പോൾ പല പല കണക്കുകളും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് വരുന്ന കാലഘട്ടമാണ്. വളരെ പ്രിസൈസായിട്ട് ചില സംഭവ വികാസങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഓഡിയോ ഇടുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ വാർത്തകളൊക്കെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോകത്ത് പല ഭാഗങ്ങളിലും കൊച്ചു കുട്ടികളോട് അല്ലെങ്കിൽ ചെറുപ്പക്കാരോട് ദൈവം തമ്പുരാൻ വളരെ ഫ്രീക്വൻ്റായിട്ട് അനേകർക്ക് വെളിപ്പെടുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതായത് തൻ്റെ രണ്ടാമത്തെ വരവ് വളരെ അടുത്തിരിക്കുന്നുവെന്ന് കുഞ്ഞുങ്ങളോട്, ചെറുപ്പക്കാരോടൊക്കെ കർത്താവ് തമ്പുരാൻ ഇപ്പോൾ വെളിപ്പെടുത്തി വരുന്നു. തൻ്റെ മക്കളോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അനേക സാക്ഷ്യങ്ങൾ, അതായത് ശിശുക്കൾക്കും
ബാലന്മാർക്കും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കുമൊക്കെ വലിയ രീതിയിലുള്ള ദൈവിക ഇടപെടലുകൾ, ചിലരൊക്കെ നിയർ ഡെത്ത് അവസ്ഥയിൽ എക്സ്പീരിയൻസിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അവർ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങണം എന്ന രീതിയിൽ ഉള്ള സന്ദേശങ്ങൾ. അവർ മിക്കവരും ബൈബിളൊന്നും കൈകൊണ്ട് തൊടുകയോ അല്ലെങ്കിൽ ബൈബിൾ വായിക്കാനുള്ള പ്രായം പോലും ആയിട്ടില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ അവർ പോലും കർത്താവിനെ കണ്ടിട്ട് കർത്താവിൻ്റെ സന്ദേശം ഇപ്പോൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഒരു കാലഘട്ടം ഇതിനു മുമ്പ് അങ്ങനെ വളരെ എന്താ പറയുക, വളരെ ഫ്രീക്വൻ്റായിട്ട് അങ്ങനെ സംഭവിക്കുന്നത് ഇതിനു മുമ്പ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അതായത് 2020 തന്നെ അന്ന് ഞാൻ ചെയ്ത ഒരു ഓഡിയോ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരെ കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന ആ ശക്തി, അത് അമേരിക്കയിലുള്ള അന്ന് ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റിൻ്റെ ആദ്യ കാലഘട്ടമായിരുന്നു. അന്ന് കർത്താവ് തമ്പുരാൻ അത് വെളിപ്പെടുത്തി തരുമ്പോൾ അത് കൃത്യമായിട്ട് അന്ന് അത് ഓഡിയോ വഴി വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം തമ്പുരാൻ അവസരം തന്നു. ആ ട്രംപ് എന്ന് പറയുന്ന ആ വ്യക്തി തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഈ വെളിപ്പെട്ടിരിക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അന്ന് പറഞ്ഞു. എന്നാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് വ്യക്തികളൊക്കെ ഇങ്ങനെ ഒന്ന് കമൻ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവരോട് ഞാനൊന്ന് മറുപടി കൊടുത്തു. ദൈവം തമ്പുരാൻ എനിക്ക് തന്നത് ഞാൻ ഏറ്റെടുത്ത് ഞാനത് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നു. മറ്റൊരു വ്യക്തി അധികാരത്തിൽ കയറി. അതിനുശേഷം പിന്നെയും പറഞ്ഞതുപോലെ രണ്ടാമതും ഈ പറഞ്ഞ വ്യക്തി ആൾ വീണ്ടും അവരുടെ നേതാവായിട്ട് വന്നിരിക്കുകയാണ്. അതിനുശേഷമുള്ള ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഇപ്പോൾ നിങ്ങൾ തന്നെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അനേക ദൈവമക്കളെ ചതിച്ച് വഞ്ചിച്ചതിന് ശേഷം അവരെ അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ സ്വന്തം വശത്താക്കി അവരുടെ വോട്ട് നേടിയാണ് ആ വ്യക്തി ഇപ്പോൾ അധികാരത്തിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ അധികാരത്തിൽ കയറിയതിന് ശേഷം ആ വ്യക്തിയുടെ ചെയ്തികളും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ടെലിവിഷൻ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി യഥാർത്ഥത്തിൽ ആരായിരുന്നു അല്ലെങ്കിൽ ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് അനേകരെ ചതിക്കുകയും വഞ്ചിക്കുകയൊക്കെ ചെയ്ത് പിന്നെ രണ്ടാമത് വരുമ്പോൾ പോലും വലിയ രീതിയിൽ ആ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ദൈവത്തിന് അനുകൂലമാണ് എന്ന രീതിയിലാക്കി വെച്ചിട്ട് പിന്നീട് വളരെ സഡനായിട്ട് തന്നെ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ വളരെ വ്യക്തമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ മൃഗം, ആ മൃഗമാണ് നമ്മളവിടെ കാണുന്നത്. ആ മൃഗത്തിൻ്റെ പ്രത്യേകതകളും മറ്റു കാര്യങ്ങളൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം കാണുന്ന 2-ാമത്തെ മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ 2-ാമത്തെ മൃഗം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എലോൺ മസ്കാണ്. മസ്ക് ചെയ്തിരിക്കുന്ന അത്ഭുത പ്രവൃത്തികളൊക്കെ ദൈവവചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ അവിടെ കൃത്യമായിട്ട് വരച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്നു, ആകാശത്തു നിന്ന് തീ ഇറങ്ങുമാറ് ഉള്ള അത്ഭുതങ്ങൾ 1-ാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലോകത്തിലെ ആദ്യമായിട്ടുള്ള റീയൂസബിൾ റോക്കറ്റ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഇയാൾ. അപ്പോൾ താഴെ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുന്നത് പോലെയുള്ള ഒരു കാഴ്ചയാണ് ആ കാണുന്നത്. അത് വളരെ വ്യക്തമായിട്ട് ടെക്നോളജിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പിന്നെ അതിന് ശേഷം പറയുന്നു, മൃഗത്തിനും ഈ ലോകത്തിലുള്ള മനുഷ്യർക്കെല്ലാം ഈ മാർക്കിംഗ് കൊടുക്കാൻ പാകത്തിന് അവിടെ പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കാനായിട്ട് ഈ മൃഗത്തിന് അധികാരം ലഭിച്ചു. ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകത്ത്
ഏറ്റവും കൂടുതൽ പിന്നെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ ഒരു കുതിച്ചുചാട്ടമാണ്. ഓരോ ദിവസം തോറും വളരെ പെട്ടെന്നാണ് ഈ മാറ്റങ്ങൾ കടന്നു വരുന്നത്. ഇപ്പോൾ ചൈനയിലും മറ്റുമൊക്കെ റോബോട്ട് നേരിട്ട് ചെന്നിട്ട് ബാറ്ററി സ്വയം മാറ്റിയിട്ട് പോകുന്ന ഒരു വീഡിയോ ഒക്കെ കാണാനായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ ആയി. അപ്പോൾ അത്രത്തോളം വളരെ പെട്ടെന്നാണ് ഇത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെക്കാൾ പവർഫുള്ളായിട്ടുള്ള സൂപ്പർ ഹ്യൂമൻസ് എന്നുള്ള നിലയിൽ ഈ യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിമകൾ ഇപ്പോൾ അതിൻ്റെ രൂപം മാറി വരികയാണ്. അപ്പോൾ അത്രത്തോളം ഇത് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ടെക്നോളജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലും ലോകത്ത് നമ്പർ 1 എന്ന രീതിയിൽ നിൽക്കുന്നത് ഈ എലോൺ മസ്കിൻ്റെ ടെസ്ലയുടെ ഒപ്റ്റിമസ് എന്നുള്ള സീരീസിലുള്ള റോബോട്ടുകളും അങ്ങനെ പല സാധനങ്ങളുണ്ട്. അതാണ് ഏറ്റവും ഇതിനകത്ത് ഇത് ടെക്നോളജിക്കലി വളരെ ഇമ്പ്രൂവ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പോൾ പിന്നെ അതുകൂടാതെ ന്യൂറോ സയൻസിലും അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പൊതുവെ മനുഷ്യനിലേക്ക് കടത്തിവിട്ട് അവൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഘടിപ്പിച്ച് അവനെ സൂപ്പർ ഹ്യൂമൻ ആക്കാനുള്ള ഒരു ടെക്നോളജി, അങ്ങനെ കാര്യങ്ങളിലെല്ലാം ഈ എലോൺ മസ്കിൻ്റെ കമ്പനികളാണ് അതിന് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ വെളിപ്പാട് പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിനെ അടിവരയിട്ട് കാണിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിന് ഭാഗമായിട്ടാണ് ലോകം മുഴുവൻ ഈ മാർക്കിംഗ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, മാർക്കിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ടെങ്കിലും ഈ ഒരു ചതി എന്ന് പറയുന്നത് 4-5 വർഷം മുമ്പേ തന്നെ തുടങ്ങി. അപ്പോൾ കോവിഡ് കാലവും പിന്നെ അതിന് ശേഷമുള്ള ലോകം മുഴുവൻ വന്നിട്ടുള്ള കുത്തിവെപ്പ് അതിനു വേണ്ടിയിട്ട് അത് ഒരുക്കപ്പെട്ടതും ലോകത്തുള്ള അനേക കൊടാനുകൂടി മനുഷ്യരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തതും ഇപ്പോഴും നടന്നു പോകുമ്പോഴും ഒക്കെ കുഴിഞ്ഞു വീഴുന്ന അനേകരും മരിക്കുന്ന അവസ്ഥകൾ ഇതെല്ലാം വന്നു കഴിഞ്ഞു. മാത്രമല്ല mRNA ടെക്നോളജികളെ കുറിച്ചൊക്കെ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ട്രംപിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഈ ട്രംപാണ് ഇതിനെ ഒഫീഷ്യലി ഓതറൈസ് ചെയ്ത് ഇതിനെ പുറത്തു വിടുകയും അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയെല്ലാം ചെയ്തത് ട്രംപാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ട്രംപിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് മറ്റേ വ്യക്തി ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് വരികയും പിന്നെ കുത്തിവെപ്പിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്തത്. ഇത് ട്രംപാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് മിക്കവരും സൗകര്യപൂർവ്വം മറന്നു പോയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് ശേഷമുള്ള അയാളുടെ രണ്ടാമത്തെ പീരീഡാണിത്. പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് മൃഗം എന്ന് തന്നെയാണ്. മൃഗം, ബീസ്റ്റ്, ഇംഗ്ലീഷിൽ അത് ബീസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ അമേരിക്കയിലും മറ്റുമൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഈ mRNA ടെക്നോളജിയിലുള്ള ഈ കുത്തിവെപ്പിനെ കുറിച്ച് പിന്നീട് ധാരാളം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അറിവുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയാസിനൊന്നും അതിനെക്കുറിച്ചൊന്നും വന്നിട്ടില്ല. പക്ഷേ അവർ അവിടെ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ മരുന്നിൽ അനേക ബീസ്റ്റുകളുടെ പല രീതിയിലുള്ള മൃഗങ്ങളുടെ പാമ്പ് ഉൾപ്പെടെ ഉള്ളതിൻ്റെയൊക്കെ DNA കമ്പോണൻസ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള മൾട്ടി ഈ ആനിമൽ ഈ DNA കമ്പോണൻസ് കൂടിയുള്ള ഈ ഒരു സംഗതി, അതിന് മെഡിസിൻ എന്ന് പറയാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല, ആ ഒരു വിഷമാണ് യഥാർത്ഥത്തിൽ അന്ന് ആളുകളിലേക്ക് കുത്തിവെച്ചത്. അപ്പോൾ ഈ കുത്തിവെപ്പിനനുസരിച്ച് ഈ ആളുകളുടെ DNA ഇത് രൂപാന്തരം വരുത്തുകയും ആ DNA ഇത് ചേർന്ന് അപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആ പേരിന് യോഗ്യനായി തീരാത്തവണ്ണം മനുഷ്യൻ്റെ DNA രൂപാന്തരപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ അത്തരം ഒരു വ്യക്തി എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, മുമ്പ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യനെന്ന് ചിലയിടത്ത് പറയുന്നുണ്ട്, ചിലയിടത്ത് പറയുന്നത് ഡ്വല്ലേഴ്സ് ഓൺ എർത്ത്, ഭൂവാസികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ പോലുള്ള 13-ാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ബീസ്റ്റ് എന്ന് തന്നെ പറയുന്നുണ്ട്. ബീസ്റ്റ് കാരണം ആ ബീസ്റ്റ് മനുഷ്യൻ തന്നെയാണെന്നുള്ളതിൻ്റെ തെളിവ് ആ അധ്യായത്തിൽ തന്നെ താഴെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്. ഈ 666 കുറിച്ച് പറയുമ്പോൾ അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രയേ, അത് മൃഗത്തിൻ്റെ സംഖ്യ.
എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ തന്നെയാണ് മൃഗം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെയാണ് അത് മനുഷ്യൻ മൃഗമായിട്ട് മാറുന്നത്. അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ DNA ആ ചേഞ്ചസ് വരുത്തി അവനെ ബീസ്റ്റായി മാറ്റിക്കളഞ്ഞു. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ മനുഷ്യന് കൊടുത്തിട്ടുള്ള സംഗതിയാണ്. മനുഷ്യന് കൊടുത്തിട്ടുള്ള മറ്റേ സാൽവേഷനാണ്. സാൽവേഷനിലേക്കുള്ള വഴിയാണ് കർത്താവിൻ്റെ രക്തം വഴി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതൊരു ബീസ്റ്റിനുള്ളതല്ല. അപ്പോൾ ഇത്തരം ബീസ്റ്റുകളാണ് ഇന്നിപ്പോൾ ലോകം ഭരിക്കുന്നത്. അപ്പോൾ ഈ ബീസ്റ്റുകളാണ് അവരുടെ ഐഡിയാസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഒരു 10-20 വർഷം മുമ്പ് ആണെന്ന് തോന്നുന്നു ലോകത്തിലെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിസിഷ്യൻ ആസ്ട്രോഫിസിസ്റ്റായ ജാപ്പനീസ് അമേരിക്കൻ കൂടിയായ മിച്ചിയോ കാക്കു എന്ന് പറയുന്ന ആ വലിയ സയൻറ്റിസ്റ്റ് തന്നെ അന്ന് ഈ ഒരു മാറ്റത്തെക്കുറിച്ച് അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് അത് വെറും പുള്ളിയുടെ ഒരു ഐഡിയ മാത്രം, അല്ലെങ്കിൽ അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ എന്നതിൽ കവിഞ്ഞൊരു പ്രാധാന്യം അന്ന് അത് കേൾക്കുന്നവരൊന്നും കൊടുത്തിരുന്നില്ല. അയാളെന്ന് പറഞ്ഞിരുന്നത് മനുഷ്യൻ ഇപ്പോൾ ലെവൽ 0 മനുഷ്യൻ്റെ ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ലെവൽ 1 പിന്നെ അത് കഴിഞ്ഞ് ലെവൽ 2 ആകുമ്പോൾ അമർത്യനായിട്ടുള്ള ജീവവർഗമായിട്ട് മനുഷ്യൻ മാറും. എന്നാൽ മാത്രമേ അവന് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി അന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ലെവൽ 0 എന്ന് ലെവൽ 1 ഇവരെങ്ങനെ മാറ്റും? അപ്പോൾ ലെവൽ 1 മാറുമ്പോഴത്തേക്കും സകലവിധ രോഗങ്ങളും മനുഷ്യന് കീഴടങ്ങും എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് അന്ന് ഈ ഒരു ഐഡിയ ഇവർ വരുത്തുന്നതെന്നൊക്കെ ഞാനിങ്ങനെ അന്ന് ചിന്തിക്കുമായിരുന്നു. കാരണം ഇവർ ഓരോ ഐഡിയകളും മറ്റുമൊക്കെ പറയുമ്പോഴത്തേക്കും അത് അടുത്ത ഒരു 50-100 വർഷത്തേക്കുള്ളവരുടെ പ്ലാൻ എന്നുള്ള രീതിയിലാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്നാണ് ഈ ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ ഐഡിയകളും മറ്റുമൊക്കെ അവർ പോലും അറിയാതെ, കാരണം സാത്താനിക്കായിട്ടുള്ള ഒരു സ്വാധീനത്തിൽ പെട്ടാണ് ഇവരെല്ലാം ഇതിന് അകപ്പെട്ടു പോയത്. അവരങ്ങനെയാണ് ഈ ലോകത്തിലുള്ള മനുഷ്യരെ മുഴുവൻ ചതിച്ച് വഞ്ചിച്ച് കളഞ്ഞത് എന്നുള്ളത് നമുക്കിന്നറിയാം. അങ്ങനെ അവർ ആ സംഗതി പുറത്തോട്ട് വിട്ടു. അപ്പോൾ ലെവൽ 0 ലെവൽ 1 കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാധനങ്ങളെല്ലാം കൂടെ കയറ്റിവിട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് വളരെ കൃത്യമായിട്ട്. കാരണം രക്ഷ മനുഷ്യനുള്ളത്. അപ്പം മനുഷ്യൻ എന്നുള്ള ആ പേരിന് പോലും അർഹതയില്ലാത്ത രീതിയിൽ അവൻ്റെ DNA കറക്റ്റ് ചെയ്ത് അവൻ്റെ DNA മാറ്റിക്കളഞ്ഞ രണ്ടാമത്തെ സംഭവമാണിത്. ആദ്യത്തെ സംഭവം ഞാൻ മുമ്പ് ഇതെല്ലാം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഇത് ഞാൻ പറയുന്നു എങ്കിലും ദൈവം തമ്പുരാൻ പൊന്നു പരിശുദ്ധാത്മാവിന് മാത്രമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. കാരണം അവിടുന്ന് തന്നിട്ടുള്ള അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ വെറും ഒരു സാധാരണ മനുഷ്യൻ, അല്ലെങ്കിൽ വെറും ഒരു പൊട്ടനായിട്ടുള്ള ഒരു മനുഷ്യൻ. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല. ഹോളി സ്പിരിറ്റ് എന്നെ പഠിപ്പിച്ചതാണ്. എൻ്റെ അപ്പൻ എന്നെ കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനീ പറയുന്നത്. എല്ലാ മാനും മുഖത്തും എൻ്റെ യേശു കർത്താവിന് അപ്പൻ്റെ പൊന്നു പരിശുദ്ധാത്മാവിന് മാത്രം. അപ്പോൾ ഞാനീ പറയുന്നത് അപ്പൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ അറിവ്, അതായത് ഇത് ആദ്യം ഈ ചതി നടന്നത് പുരാതന കാലത്ത് നോഹയുടെ കാലത്താണ് ആദ്യം ഈ ചതി നടന്നത്. അവിടെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യൻ്റെ പുത്രന്മാരെ കണ്ടിട്ട് സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തു. അപ്പോൾ ആ ഭാഗമൊക്കെ മിക്കവരും വ്യാഖ്യാനിക്കുന്ന വെച്ചാൽ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുന്നത് ആദാമിൽ നിന്ന് വന്ന പുത്രന്മാരാണെന്നും പിന്നീട് മനുഷ്യപുത്രിമാരെന്ന് പറയുന്നത് കയ്യിൻ്റെ പുത്രിമാരാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഇത് വ്യാഖ്യാനിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ദൈവത്തിന് പുത്രന്മാർ അത് ഏഞ്ചൽസാണ്, ദൂതന്മാരാണ്. പിന്നെ മറ്റത് മനുഷ്യർ. അങ്ങനെ ഇവർ തമ്മിൽ ബന്ധപ്പെട്ടാണ് ഈ മല്ലന്മാരുണ്ടായതെന്നും ഒക്കെ പഠിപ്പിക്കുന്ന അനേകരുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല കാര്യം എന്നുള്ളത് അന്ന് പല വീഡിയോകൾ വഴി ഞാനന്ന് പറഞ്ഞു തന്നിരുന്നു. കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് കിട്ടിയ അറിവുകൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ഒരു രീതിയിലും ഏഞ്ചൽസ് അല്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുന്നത് സാധാരണ മനുഷ്യരും അല്ല. സാധാരണ മനുഷ്യരെന്ന് വെച്ചാൽ വീണുപോയ മനുഷ്യർ. കാരണം ഏതൻ തോട്ടത്തിൽ നിന്ന് വീണു പോയപ്പോഴത്തേക്കും അവൻ പിന്നെ ആ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള ആ ഒരു പേരിൽ നിന്ന് അവൻ പുറത്തായി. അവിടെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ ആദാമിനെക്കുറിച്ച് മാത്രമാണ്
ദൈവത്തിൻ്റെ പുത്രൻ, ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്, വേറെ ആരെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആദവും ഹവ്വയും അവർ ഗ്രേസിലായിരുന്നപ്പോൾ അവർക്കുണ്ടായ മറ്റു മക്കളാണ് ഈ ദൈവത്തിൻ്റെ പുത്രന്മാർ. കാരണം അവർക്ക് DNA റിലേഷൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടാണ്. ആദാവും ഹവ്വയും പാപം ചെയ്ത് പുറത്തു പോയപ്പോൾ അവർ ആ മനുഷ്യൻ എന്നുള്ള ഒരു ടാഗ് ലൈനോട് കൂടിയാണ് അവർ വീണുപോയത്. പിന്നീടുള്ള ബാക്കിയുള്ള മക്കൾക്ക് മനുഷ്യൻ എന്നുള്ള പേരില്ല, അവർ ദൈവത്തിൻ്റെ സൺസ് ഓഫ് ഗോഡാണ്. അത് വളരെ കൃത്യമായിട്ട് ദൈവവചനത്തിൽ നമുക്ക് കൃത്യത ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവർ മനുഷ്യൻ്റെ പുത്രിമാരെ കണ്ടപ്പോൾ, മനുഷ്യൻ്റെ പുത്രിമാരിൽ അപ്പോൾ അതിനനുസരിച്ച് ശരീരത്തിലെ രൂപാന്തരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്നതായിട്ടൊക്കെ ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇന്ന് കാണുന്ന രീതിയിലുള്ള സൗന്ദര്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സ്ത്രീകളായിട്ട് അവരെ കണ്ടപ്പോഴത്തേക്കും അവരുടെ കസിൻസ് തന്നെയാണല്ലോ. അതുകൊണ്ട് അവർ മോഹിച്ചു. അവർ ഈ പറഞ്ഞ പോലെ ഇവരുമായിട്ട് സെക്ഷലി റിലേഷനിലേക്ക് അവർ പോയി. തങ്ങൾക്ക് പോയിച്ച് ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തു എന്ന് പറഞ്ഞു. അതായത് ഈ ഗന്ധർവ വിഭാഗം എന്നൊക്കെ പറയുന്നത് പോലെ ഈ പറഞ്ഞ സൺസ് ഓഫ് ഗോഡ് മറ്റേ ഈ വീണുപോയ മനുഷ്യരുടെ പുത്രിമാരെ ആയിട്ട് അവർ അങ്ങനെയുള്ള റിലേഷനിൽ ഏർപ്പെട്ടു. പക്ഷേ ചേരരുതാത്ത 2 DNA കമ്പോണൻസാണ് അവിടെ ചേരുന്നത്. അപ്പോൾ അതിൽ നിന്നുണ്ടായ അതിൽ നിന്നുണ്ടായ പുത്രന്മാരാണ് ഈ പറഞ്ഞതുപോലെ ഈ മല്ലന്മാരായിട്ട് വരുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഹോളി സ്പിരിറ്റ് വെളിപ്പെടുത്തി തന്നത് മുമ്പ് ഞാൻ പല വീഡിയോകളിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അന്ന് ആ കാലഘട്ടത്തിൽ DNA കറപ്ഷൻ ഉണ്ടായത്. അങ്ങനെ വന്ന് മനുഷ്യരാശി മുഴുവൻ നശിക്കുമെന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണ് അന്ന് അവിടെ 6-ാമത്തെ അധ്യായത്തിൽ ആദ്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ദൈവത്തിൻ്റെ മനസ്സിന് ദുഃഖമായി മനുഷ്യനെ സൃഷ്ടിക്കൊണ്ട് ദൈവം അവിടെ അനുതപിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യനെ. അപ്പോൾ അങ്ങനെയാണ് മനുഷ്യനെ അവിടെ ആദ്യം വീണു പോകുന്നത്. അങ്ങനെയാണ് ഈ ലോകം മുഴുവൻ ഒരു ഫ്ലഡ് വഴി ദൈവം തമ്പുരാൻ നശിപ്പിക്കുകയും അങ്ങനെ നോഹയുടെ ഫാമിലിയിൽ കുറച്ച് പേര് മാത്രമായിട്ട് രക്ഷപ്പെട്ട് വീണ്ടും ഒരു പുതിയ സൃഷ്ടിയിലേക്ക് പോകാനായിട്ട് കാരണം. ഇപ്പോൾ 2ാമത്തെ ഘട്ടത്തിൽ വീണ്ടും സാത്താൻ ഇതുപോലെ മനുഷ്യനെ ചതിച്ച് 2ാമത്തെ ഘട്ടത്തിലാണ് ഈ DNA കറപ്ഷൻ്റെ ഈ ഒരു ഘട്ടം ഇപ്പോൾ വരുന്നത്. ഇപ്പോഴെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി വ്യാപകമായിട്ട് മരുന്ന് വഴി മനുഷ്യനെ ദൈവസന്നിധിയിൽ നിന്ന് എന്നേക്കുമായിട്ട് അകറ്റി കളയുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടം അത് ദൈവവചനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു സീക്വൻസ് ഓഫ് തിങ്സ് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാലത്തിലെ ആ കഷ്ടം അത് ഈ പറഞ്ഞതുപോലെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ലെന്ന് സുവിശേഷത്തിൽ വളരെ കൃത്യമായിട്ട് കർത്താവ് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടം അതുപോലെ, അതായത് നോഹയുടെ കാലഘട്ടം പോലെയും ലോത്തിൻ്റെ കാലഘട്ടം പോലെയും ആകും എന്നും വളരെ കൃത്യമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. നോഹയുടെ കാലഘട്ടം ഞാൻ ഈ പറഞ്ഞതാണ്. നോഹയുടെ കാലഘട്ടം എന്താണ്? ലോത്തിൻ്റെ കാലഘട്ടം. ലോത്തിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണിനോടും പെണ്ണിനോടും അങ്ങനെ സെക്ഷുവലി അരാജകത്വം അങ്ങനെ ഉള്ള കാലഘട്ടമായിരുന്നു ലോത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം, അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാരായിട്ടുള്ള 2 വ്യക്തികൾ ലോത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും അവരെ ഈ പറഞ്ഞത് അവരോട് ഈ പറഞ്ഞ ഈ മിസ്ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ ജനം പുറത്ത് വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് അന്നത്തെ അവസ്ഥ. അപ്പോൾ ഈ 2 കാലഘട്ടവും ഒരുമിച്ച്, 2 സംഗതികൾ ഒരുമിച്ചാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. വളരെ പെട്ടെന്നല്ലേ മറ്റേ ഈ LGBTQ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്നല്ലേ കയറി വരുന്നത്. അപ്പം എത്രയോ വളരെ കൃത്യമായിട്ട് ദൈവവചനത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് വള്ളിപുള്ളി മാറാതെ നമ്മുടെ കൺമുമ്പിൽ നടപ്പിലാക്കപ്പെടുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ കാലഘട്ടം അന്നത്തെ പോലെ, അതായത് നോഹയുടെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് നോഹയ്ക്ക് 500 വയസ്സായ ശേഷം ഇവർ 3 വ്യക്തികൾ ജനിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം 600-ാമത്തെ വയസ്സിലാണ് പ്രളയം ഉണ്ടാകുന്നത്. അപ്പോൾ 100 വർഷത്തെ കാലഘട്ടം, അതായത് ഒരു നൂറ്റാണ്ട് കാലഘട്ടം അവിടെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞ പോലെ ഈ കപ്പലുണ്ടാക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത്രയും നീണ്ട കാലഘട്ടം ഈ പറഞ്ഞതുപോലെ പോയി കഴിഞ്ഞാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല എന്ന് ദൈവവചനത്തിൽ കൃത്യമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട്
100 വർഷം എന്നുള്ള ഒരു നൂറ്റാണ്ട് അതുപോലെ നീണ്ടൊന്നും പോകത്തില്ല. അപ്പോൾ വളരെ ചുരുങ്ങിയ കാലഘട്ടം, എത്ര കാലം പോകുമെന്നുള്ളത് നമുക്കറിയില്ലെങ്കിലും ഇപ്പോഴത്തെ നമുക്കറിയാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുഞ്ഞു കുട്ടികളോടും മറ്റുമൊക്കെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തുന്നു. തൻ്റെ രണ്ടാമത്തെ വരവ് വളരെ അടുത്തിരിക്കുന്നെന്ന് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ മാസങ്ങൾ മാത്രമേ ഒരുപക്ഷെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് കൂടുതലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹാദയ എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് പേരും കൂടെ രക്ഷിക്കപ്പെടാനായിട്ടുണ്ടാവും. അതുകൊണ്ട് കർത്താവ് കുറച്ച് സമയം കൂടെ അനുവദിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അല്ലെങ്കിൽ മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ അങ്ങനെയുള്ള രീതിയിലേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി എന്ത് തന്നെയാണെങ്കിലും സമയവും മറ്റു കാര്യങ്ങളും എല്ലാം കർത്താവിൻ്റെ കയ്യിലുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഓരോ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ വളരെ 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 അടുത്തിരിക്കുന്നു. പിന്നെ ബാക്കി പഴയ കാൽക്കുലേഷൻസും മറ്റ് കണക്കുകളും കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞതുപോലെ പിന്നെ പല ഓഡിയോകളിലായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരുമിച്ച് വരുന്ന കാലഘട്ടം കൂടിയാണ്, സമയങ്ങളും കൂടിയാണ്, വർഷങ്ങളും കൂടിയാണ് ഇപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് എത്രയോ അടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഇങ്ങനെ കുറേ വർഷങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾ പോലും രക്ഷിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യരാശിയെ മുഴുവൻ സാത്താൻ നശിപ്പിക്കും. അത് ദൈവം തമ്പുരാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമുക്കറിയാം, പഴയ നിയമം വായിക്കുമ്പോൾ ഏലിയാവ് ദൈവസന്നിധിയിൽ നിന്ന് ഓടി പോയിട്ട് സീനായി മല പർവ്വതത്തിൽ പോയി ഒളിച്ചിരിക്കുമ്പോഴത്തേക്കും അവിടെ ദൈവം ചോദിക്കുന്നുണ്ട്, ഏലിയാവേ നീ എന്താണ് ഇവിടെ ചോദിക്കുമ്പോഴത്തേക്കും പറഞ്ഞു, അവിടെ കർത്താവെ അവിടുത്തെ സ്തുതിക്കുന്ന എല്ലാവരെയും കൊന്നു, അവിടെ കൊന്നു കളഞ്ഞു, ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഓടി പോയതെന്ന് ഏലിയാവ് പറയുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞു ചെയ്യുന്നത്, എനിക്ക് വേണ്ടി ഞാൻ അവിടെ വാലിന് കീഴടങ്ങാത്ത 7000 പേരെ ശേഷിപ്പിച്ചിരിക്കുന്നു എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ദൈവം തമ്പുരാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ദൈവത്തോട് നന്ദി കാണിക്കുന്ന ഒരു ജനം ഉണ്ടാവും. ആ ഒരു ജനത്തെ ദൈവം തമ്പുരാൻ സൂക്ഷിക്കും. അപ്പോൾ അങ്ങനെ ഒരു ജനം ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിച്ച് പുണ്യപരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കൃപയിലേക്ക് വരുവാനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അതല്ലാതെ ഈ ദൈവവചനം മനസ്സിലാക്കുവാനായിട്ട് യാതൊരു മാർഗവുമില്ല. അങ്ങനെ വന്ന് ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ കൃപയിലേക്ക് കടന്നു വരിക. അങ്ങനെ കർത്താവ് നമ്മളെ എന്താ പറയുക, ബാലിന് കീഴടങ്ങാത്ത, അതായത് ഈ ഇതുപോലുള്ള അബോമിനേഷന് കീഴടങ്ങാത്ത ഒരു ജനത്തെ കർത്താവ് തമ്പുരാൻ എല്ലാ കാലത്തും ശേഷിപ്പിച്ചിരിക്കുന്നു. ആ ജനത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? സമ്പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിന് കഴിയത്തുള്ളൂ. മാനസാന്തരം നമ്മുടെ ഉള്ളിൽ വരാതെ നമ്മൾ രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങണം. ഇനിയിപ്പോൾ സമയം കാലങ്ങളും അങ്ങനെ അധികമില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഉണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് സ്നാനം ചെയ്യേണ്ടവർ സ്നാനപ്പെടുക. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിറവ് അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ദൈവാത്മാവ് എങ്ങനെ നടത്തുന്നു അതിനനുസരിച്ച് കർത്താവ് നിങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ നിങ്ങളോട് പ്രോംപ്റ്റ് ചെയ്യുന്നു, അതിനോട് പോസിറ്റീവായിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് വളരെ ശ്രദ്ധിക്കുക. ഇനി അപ്പോൾ അധികം കാലഘട്ടമില്ല. ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റേ സൗദി അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഹോളി സ്പിരിറ്റ് നേരിട്ട് ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ മനസ്സിൽ ഇടപെട്ട് അവരെ സ്വപ്നങ്ങളിൽ കൂടി വിഷനുകളിൽ കൂടിയൊക്കെ എന്താണ് സത്യം എന്നുള്ളത് ബോധ്യപ്പെടുത്തി അവരെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് തനിക്കായിട്ട് കാക്കുന്ന കാലഘട്ടമായത്. അനേക സംഭവങ്ങൾ ഇപ്പോൾ ഇതുണ്ട്. അണ്ടർഗ്രൗണ്ട് ചർച്ചസൊക്കെ ഇറാനിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്പോൾ. അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഓടിവെടുത്ത് ഉപമയിലെ മറ്റതാണെന്ന് തോന്നുന്നു, ഇങ്ങനെ യജമാനൻ കല്യാണത്തിന് ക്ഷണിച്ച വ്യക്തികൾ തങ്ങൾക്കിപ്പോൾ സമയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഇങ്ങനെ അകന്നകന്ന് പോകുമ്പോൾ തൻ്റെ ദൂതന്മാരോട് പറയുന്നു, അതായത് തെരുവിൽ കാണുന്ന സകലരെയും വിളിച്ചുകൊണ്ട് പോവാം എന്ന് പറഞ്ഞ് അനേകരെ വിളിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ
ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല എന്നുള്ളൊരു വാക്കുണ്ട് അവിടെ. അത് വളരെ ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്ന ഓരോരുത്തരും ചങ്കിടിപ്പോടുകൂടി വായിക്കേണ്ട ഒരു സംഗതിയാണ്. ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. അങ്ങനെ ആണെങ്കിൽ ക്ഷണിക്കപ്പെട്ടവരാരാണ്? ദൈവവചനം നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടവരാണ് ഈ ക്ഷണിക്കപ്പെട്ടവർ. അവർ അന്ത്യത്തോളം അല്ലെങ്കിൽ അവരുടെ വിശ്വാസം തണുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ ആ കൃപയിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്നു പോകാനായിട്ട് ഇടയായി തരും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാനായിട്ട് ഇത് കേൾക്കുന്ന നിങ്ങളിൽ ആരും ഇടയാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പ്രത്യേകം പറയുന്നത്. കാരണം ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞാൽ, അത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, 7 സഭകളോടുള്ള ദൂതിൽ അതിലൊരു സഭയോട് പറയുന്നത്, നിന്നെക്കുറിച്ച് പറയാനുള്ള ഒരു കുറ്റം, നീ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ അത് നീ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നിൻ്റെ കിരീടം നിൻ്റെ തലയിൽ നിന്ന് എടുത്തു മാറ്റും എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട കാലഘട്ടമാണ്. ആദ്യ സ്നേഹം വിട്ടുകളയാതെ ദൈവസന്നിധിയിൽ സത്യം എന്തെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആദ്യ സ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആദ്യ സ്നേഹം എന്നുള്ള ഒരു ആവേശത്തിൽ വന്നിട്ട് വചനം കേട്ട് ഈ പറഞ്ഞതുപോലെ മറ്റേ പാർപ്പുറത്ത് വീണ മുത്തിനെ പോലെ, അരിമണികളെ പോലെ പെട്ടെന്ന് വെയിൽ കൊള്ളുമ്പോഴത്തേക്കും മുളച്ച് വരും. പക്ഷേ ആഴമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും പിന്നെ ആ ഹൃദയത്തിൽ ദൈവവചനം കയറുവാനായിട്ട് ഇടയാവത്തില്ല. അങ്ങനെ എന്നേക്കുമായിട്ട് നിത്യനാശത്തിലേക്ക്, നരകത്തിലേക്ക് പോകാനായിട്ട് ഇടയാത്തരും. അപ്പോൾ ഇത് കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാനസാന്തരത്തിന് ഇട കൊടുക്കുക. കാരണം അനേകരും ഇപ്പോൾ ഈ വഞ്ചിക്കാനും തെറ്റിക്കാനും ഒക്കെ ആയിട്ട് ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയകൾ വഴിയും ഇൻ്റർനെറ്റ്, യൂട്യൂബ്, പിന്നെ പല പല മാധ്യമങ്ങൾ വഴി പല രീതിയിൽ അടിമകളായിട്ട് പോകുന്ന അനേകരുണ്ട്. അവർക്ക് കണ്ണുകൾ തുറക്കുവാനോ കാതുകൾ തുറക്കുവാനോ ഒന്നും അവർ തയ്യാറാകാതെ ഈ ലോകത്തിൻ്റെ ഇമ്പത്തിനനുസരിച്ച് ഈ ലോകത്ത് നടക്കുന്ന എല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതെന്നുള്ള ഒരു മിഥ്യാധാരണയിൽ ഇങ്ങനെ ജീവിക്കുന്ന അനേകരുണ്ട്. അതുപോലെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു വിളി ഇത് നഷ്ടപ്പെട്ടു പോകും. ആ വിളി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അവസരം പോകും. നിങ്ങളുടെ ഒരു അവസരം പോയി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ആൾ പറയത്തൊന്നുമില്ല. അതൊക്കെ ദൈവം തമ്പുരാൻ അതിനനുസരിച്ചുള്ള ആൾക്കാരെ വേറെ കണ്ടെത്തും. അതൊക്കെ ദൈവത്തിന്, കർത്താവിന് മുൻ അറിവ് പ്രകാരം ലോകാരംഭത്തിന് മുമ്പേ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതാണ് കർത്താവ്. അപ്പോൾ അവിടുന്ന് അതിനനുസരിച്ച് തൻ്റെ മക്കളെ, തൻ്റെ ജനത്തെ ചേർക്കാനുള്ള നടപടികൾ അവിടുന്ന് ചെയ്യും. അതുകൊണ്ട് നിത്യരക്ഷ എന്നുള്ള ഒരു സംഗതി ലഭിക്കണമെങ്കിൽ നമ്മൾ ജീവിതാവസാനം വരെ, അല്ലെങ്കിൽ കർത്താവ് സഭയെ മാറ്റുന്ന സമയത്ത് ഈ റാപ്ചർ എന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് സഭയെ ഇവിടുന്ന് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതുപോലെയും ഒക്കെ ഒരുപക്ഷെ ഇവിടുന്ന് പെട്ടെന്ന് സഭ മാറ്റപ്പെടാം. അപ്പോൾ ആ സഭയിൽ നമ്മളുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന് ഉത്തരവാദിത്വം അത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, സമ്പൂർണ്ണമായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. കർത്താവിൻ്റെ വാക്കിനനുസരിച്ച്, കർത്താവിൻ്റെ ഹോളി സ്പിരിറ്റിൻ്റെ നടത്തിപ്പിനനുസരിച്ച് ദൈവവചനം കൂടുതൽ ആഴമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, പ്രാർത്ഥിക്കുക, ഉപവാസം എടുക്കേണ്ടവർ ഉപവാസം എടുക്കുക, ദൈവസന്നിധിയിൽ ആലോചനകൾ ചോദിക്കുക. ഈ ലോകത്ത് പണം ഉണ്ടാക്കാനും ജോലി, വീട്, കാറ്, മറ്റ് സൗകര്യങ്ങൾ അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വലിയ രക്ഷ വിട്ടുകളഞ്ഞു പോകും. ഒരിക്കലും അതിന് ഇടയാകരുത്. അപ്പം മണ്ണെ പ്രതി മാണിക്യം വിട്ടുകളയാനായിട്ട് ഇടയാകരുത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അങ്ങനെ അനേകർ ഈ രക്ഷയെ വൃഥാവിലാക്കി കളയുമെന്ന് ദൈവവചനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അതിന് ഇടയായി തീരരുത്. ഈ അന്ത്യകാലത്തിൻ്റെ അവസാന ഘട്ടങ്ങളാണ്, അവസാന നിമിഷങ്ങളാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ച്, കർത്താവിൻ്റെ വിളിക്കനുസരിച്ച് നന്ദിയുള്ളവരായിട്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ഉറങ്ങുന്ന സമയം ഒഴികെ ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും ദൈവത്തിൻ്റെ ആ രക്ഷയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്, മഹത്വപ്പെടുത്തിക്കൊണ്ട്, എന്ത് ജോലി ചെയ്യുമ്പോഴും അത് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എല്ലാവർക്കും ഇടയാവട്ടെ എന്നുള്ള ഒരു ആഹ്വാനമാണ് എനിക്ക് തരാനുള്ളത്. കാരണം വളരെ കാര്യങ്ങൾ വളരെ 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 അടുത്ത് നിൽക്കുന്നു. ഇനി അങ്ങനെ അധികം സമയങ്ങൾ മുന്നോട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ഇടപെടലിനനുസരിച്ച് നിങ്ങൾ
പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുക. ഹോളി സ്പിരിറ്റ് നമുക്ക് അറിവുകൾ തരുമ്പോൾ നമുക്ക് നടക്കേണ്ടുന്ന വഴി നമ്മളെ കാണിച്ചു തരുമെന്ന് ദൈവജനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ നടക്കേണ്ടുന്ന വഴി ഇതാണ് എൻ്റെ വഴി, ഇതിൽ കൂടി നടക്കുക എന്ന് പറയുമ്പോൾ അതിന് മനസ്സ് പുറംതിരിഞ്ഞ് നിൽക്കരുത് ഒരു കാരണവശാലും. അതുകൊണ്ട് ഹോളി സ്പിരിറ്റിനെ നമ്മുടെ ഉള്ളത്തിൽ ആദ്യം കർത്താവ് നമുക്ക് തരും. അതിനുവേണ്ടി വാഞ്ചിക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കണ്ണുകൾ തുറക്കത്തുള്ളൂ, നമ്മുടെ ചെവികൾ കർത്താവത്തിൽ തുറക്കത്തുള്ളൂ. അപ്പോൾ ദൈവം നമ്മൾ ഉള്ളിൽ വസിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമ്മൾ എത്രത്തോളം സൂക്ഷിച്ച് ജീവിക്കുകയും നമ്മൾ എത്രത്തോളം സമ്പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു അനുഭവത്തിലോട്ട് വരാനായിട്ട് കഴിയത്തുള്ളൂ. അത്തരം ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിലേക്ക് പോകാനായിട്ടും കഴിയത്തുള്ളൂ. കാരണം ബുദ്ധിയുള്ള കന്യകുമാരും ബുദ്ധിയില്ലാത്ത കന്യകുമാരെ കുറിച്ചുള്ള ഉപമകളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് പോലെ എണ്ണയുള്ള കന്യകുമാരാണ് ബുദ്ധിയുള്ള കന്യകുമാർ. അപ്പോൾ ഈ എണ്ണ നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉറക്കം പിടിച്ച് രാത്രി ഉറങ്ങുമ്പോഴും മണവാളം വരുമ്പോൾ ഈ കാഹള ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എണ്ണയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ആ സമയത്ത് പിന്നെ പോയിട്ട് ഈ എണ്ണ വാങ്ങിക്കാനായിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഹോളി സ്പിരിറ്റിൻ്റെ നിറവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിൻ്റെ ആ നിറവിൽ വേണം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാനായിട്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു കൃപ വിട്ടുകളയരുത്. അപ്പനെ വിട്ടിട്ട് ഒരു നിമിഷം ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളിത് കേൾക്കുന്നവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വേണം കാത്തിരിക്കാനായിട്ട്. അല്ലാത്തവർ പെട്ടുപോകും, അല്ലാത്തവർ വിട്ടുകളയപ്പെടും. ഒരു സംശയം അക്കാര്യത്തിൽ ഇല്ല. ഹോളി സ്പിരിറ്റിൻ്റെ നിറവിലല്ലാതെ ദൈവസന്നിധിയിലേക്ക് ചെല്ലാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, നന്ദിയുള്ളവരായിട്ട് വിശ്വസ്തതയുള്ളവരായിട്ട് നിൽക്കുക. ഈ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ പറയാനായിട്ടുള്ളത്. അനേക സംഭവവികാസങ്ങൾ ഓരോ ദിവസം പ്രതി ഇപ്പോൾ നടക്കുന്നു. ഈ പറഞ്ഞ പോലെ അമേരിക്കയിലെ ഈ വ്യക്തിയാണ് ഇപ്പോൾ ലോകം മുഴുവൻ നടക്കുന്നത്. എവിടെയും പോയിട്ട് ഇതിട്ട് ലോകം മുഴുവൻ തൻ്റെ കാൽക്കീഴിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ ചെയ്യുന്നത്. ട്രേഡിൻ്റെ കാര്യത്തിലും മറ്റേ കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇത് പല രാജ്യങ്ങളെയൊക്കെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളെ പോലും ഇങ്ങനെ കഴുത്തിന് പിടിച്ച് ഞെക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകം മുഴുവൻ തൻ്റെ കാൽക്കീഴിലാക്കാൻ വേണ്ടി അന്തിക്രിസ്തു നോക്കുകയാണ്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങൾ അവന് വഴിപ്പെട്ട് വരും. അത് ദൈവം തമ്പുരാൻ അനുവദിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞതുപോലെ സഡൻ ഡിസ്ട്രക്ഷൻ വരുമെന്ന് ദൈവവചനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗോഗ് മാഗോഗ് 6, പിന്നെ അതുപോലെ മഹദിയാം ബാബിലോണിൻ്റെ സർവനാശം അത് വരാൻ പോകുന്നു. അതിനുശേഷം പിന്നീട് അന്തിമ ഒരു യുദ്ധം വരും. ആ യുദ്ധത്തിൽ ദൈവ സൈന്യത്തിനെതിരെ ഈ സാത്താൻ തൻ്റെ സൈന്യത്തെ അതിനുവേണ്ടി ഒരുക്കും. അങ്ങനെ ഈ ലോകത്തെ എന്നേക്കുമായിട്ട് ദൈവം തമ്പുരാൻ ഈ ഭൂമിയെ നശിപ്പിക്കും എന്ന് ദൈവവചനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്. അതിനുശേഷം പുതിയ ആകാശം പുതിയ ഭൂമി. അപ്പം ഇതിൻ്റെയൊക്കെ മുമ്പേ തന്നെ ഈ പറഞ്ഞതുപോലെ സഭയെ മാറ്റും എന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി ഒരുങ്ങുക. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് മധ്യാകാശത്ത് വരുമ്പോൾ സഭയെ അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഭയെ അങ്ങോട്ട് എടുക്കുവാനായിട്ട് കാഹള ശബ്ദം പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിട്ട് നമ്മൾ തീരണം. എന്നാൽ മാത്രമേ നമുക്കത് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു. പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇസ്രായേലിൽ അനേകർ ഇപ്പോൾ പറഞ്ഞതുപോലെ മനസ്സാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് തിരിയുന്നുണ്ട്. എങ്കിലും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ദൈവചര്യത്തിന് ഇപ്പോൾ മുമ്പ് പറഞ്ഞിരിക്കുന്നത് പോലെ അംശമായിട്ട് അവർക്ക് കാഠിന്യം സംഭവിച്ചിരിക്കുന്ന അതിൻ്റെ കാലഘട്ടത്തിൽ കൂടിയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരൊരു വലിയ കഷ്ടതയിലേക്ക് അവർ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്ക അവരെ കൈയൊഴിയും. അപ്പോൾ അമേരിക്ക കൈയൊഴിയുന്നതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക വലിയൊരു സാമ്പത്തിക പ്രയാസത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 38-39 അധ്യായങ്ങളിൽ അവിടെ പറയുന്ന പോലെ അവനെ താടിയല്ലി ചൂണ്ട കൊളുത്തി അവനെ അവിടെ വരുത്തുമെന്നാണ് ദൈവജനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞതുപോലെ ഈ ലോകത്ത് ഒരു വലിയ രീതിയിലുള്ള നാണയ വ്യവസ്ഥയുടെ ഒരു കറക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡോളർ പോയിട്ട് മറ്റേ ക്രിപ്റ്റോ കറൻസി വന്നേക്കാം. അപ്പോൾ ക്രിപ്റ്റോ കറൻസി വരുമ്പോഴത്തേക്കും ഈ വലിയൊരു വലിയൊരു എന്താ പറയുക മാറ്റങ്ങളും
മറ്റ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കറപ്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ പ്രഷ്യസ് മെറ്റൽസിന് മറ്റേ ഈ ഓയിലിൻ്റെയൊക്കെ കൺട്രോളെടുക്കാൻ വേണ്ടിയിട്ട് ഈ അന്തിക്രിസ്തു ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഗോഗ് മാഗോഗ് വാറ് വരുന്നതിൻ്റെ കാരണം. ഇപ്പം മിഡിൽ ഈസ്റ്റിൻ്റെയും മറ്റ് പ്രദേശങ്ങൾ, മിഡിൽ ഈസ്റ്റൊക്കെയാണല്ലോ ഈ ഓയിൽ, അതായത് ബ്ലാക്ക് ഓയിൽ എന്ന് അറിയപ്പെടുന്ന, ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഓയിലിൻ്റെ കൺട്രോള്, പിന്നെ അതുകൂടാതെ ഗോൾഡ് ആൻഡ് സിൽവർ അങ്ങനെയുള്ള പ്രഷ്യസ് മെറ്റൽസ് ഇതിൻ്റെയൊക്കെ കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു നാണയ വ്യവസ്ഥ മൊത്തം ഒരുപക്ഷെ തകരുന്ന, അല്ലെങ്കിൽ ഓഹരി ഷെയർ മാർക്കറ്റ് എല്ലാം പൊളിയുന്ന ഒരു ഘട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ശ്രമിക്കുന്ന ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് അവന് സംഭവിക്കുന്ന വലിയ ദുരിതത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്നേക്കുമായിട്ട് ഇത് ഈ മഹാനഗരത്തെ എറിഞ്ഞു കളയുമെന്ന് വെളിപ്പാട് പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 17-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സർവനാശം വരും. അപ്പം ലോകം മുഴുവൻ ഈ പറഞ്ഞതുപോലെ ഈ ആൻറ്റി ക്രൈസ്റ്റ് ഇങ്ങനെ ലോകത്തെ മുഴുവൻ അതിൻ്റെ നാശത്തിലേക്ക് നയിക്കും. ദൈവം തമ്പുരാനെ അത് അനുവദിക്കും. കാരണം അങ്ങനെയുള്ള പല സംഭവങ്ങളും ഈ പറഞ്ഞതുപോലെ നടക്കേണ്ടുന്നത് ദൈവ പദ്ധതിയുടെ കൂടെ ഭാഗമായിട്ടാണ്. അത് ദൈവവചനത്തിൽ വളരെ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അത് നടക്കേണ്ടുന്ന കാര്യമാണ്, അത് നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ദൈവങ്ങൾക്ക് ഇതൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച്, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ ആശ്രയിച്ച് നിന്നാൽ മാത്രമേ നമ്മൾ ഇതിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ, ഭാഗമാകേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ സഭ മാറ്റപ്പെടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്തായാലും അന്ത്യത്തോളം സഹിച്ച് നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്നും ദൈവജനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലായാലും കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ് നിൽക്കുവാനുള്ളത്, അത് നമ്മൾ ചെയ്യാനുള്ള കാര്യം. കാരണം ഏതെങ്കിലും രീതിയിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുക എന്നുള്ളതല്ല, കർത്താവിൻ്റെ സാക്ഷികളായിട്ട് മാറ്റപ്പെടുന്നവരെയാണ് കർത്താവ് തൻ്റെ സഭയോട് ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ സാക്ഷി മുഖാന്തരം കൊല്ലപ്പെടുന്നവരും, പിന്നെ അതുകൂടാതെ ഈ മാർക്കിങ്ങിന് എഗെയിൻസ്റ്റായിട്ട് നിന്ന് കൊല്ലപ്പെടുന്നവരും മാറ്റപ്പെടുന്നവരും അന്ത്യത്തോളം സഹിച്ച് നിൽക്കുന്നവരും ഇവരെല്ലാമാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വസ്തതയാണ് ഇതിനകത്തെല്ലാം കാണുന്നത്. അപ്പോൾ അന്ത്യത്തോളം സഹിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലല്ലാതെ നമുക്കത് കഴിയില്ല. അതുകൊണ്ട് മനുഷ്യരാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അത് ദൈവവചനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ധനവാൻ എങ്ങനെ സ്വർഗരാജ്യത്ത് കയറും എന്നുള്ളതിനെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സകലവും സാധ്യം. അപ്പോൾ ദൈവത്താൽ സകലവും സാധ്യമായിട്ടുള്ള ആ ഒരു പദ്ധതിയിൽ നമ്മൾ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പുണ്യാഹ രക്തത്താൽ മുദ്രയിടപ്പെട്ട് നമുക്ക് അങ്ങ് കടന്നു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഒരുപക്ഷെ മരണം വഴിയാകാം, സാക്ഷ്യം വഴിയാകാം, മരണം വഴിയാകാം, അതല്ലെങ്കിൽ റാപ്ചർ വഴി പെട്ടെന്ന് കർത്താവ് സഭയെ എടുക്കുമ്പോൾ അതിൽ കൂടി ജീവിച്ചിരിക്കാതെ തന്നെ രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി അങ്ങനെയാവാം. ഏത് വഴി കൂടെയാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പുണ്യാഹ രക്തത്താൽ മാർക്ക് ചെയ്യപ്പെട്ടവർ മാത്രം, അത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഹോളി സ്പിരിറ്റിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ നിറവ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അതിന് നമ്മുടെ ജീവൻ്റെ വിലയാണ് ഉള്ളത്. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് സമ്പൂർണ്ണമായിട്ട് അപ്പൻ്റെ ആ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം ജീവിച്ചുകൊണ്ട് വേണം നമ്മുടെ സാക്ഷ്യം നമ്മൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദൈവം തമ്പുരാൻ നിങ്ങളെ ഏവരെയും ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നമുക്കെല്ലാം ഒരുമിച്ച് ഒരുങ്ങാം. അങ്ങനെ ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് അവിടുത്തെ നാമത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ ആ മുഖം കണ്ടുകൊണ്ട് ആരാധിക്കുവാൻ തുടങ്ങണം. ദൈവം തമ്പുരാൻ നമ്മൾ ഏവരെയും അതിന് വേണ്ടിയിട്ട് ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ഓഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനിത് മോണിറ്റൈസ് ചെയ്ത് അങ്ങനെയുള്ളതൊന്നുമല്ല, ഇത് അറിയത്തില്ലാത്ത അനേകരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് കൂടി ഇത് റെക്കോർഡിങ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് കേൾപ്പിക്കുക.
കാര്യങ്ങൾ വളരെ 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 അടുത്തിരിക്കുന്നുവെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അർജൻസി മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ ജീവിക്കാനായിട്ട് ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു.